തൃശൂർ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് മണ്ഡലത്തിലെ ബി.ജെ.പി. സീറ്റിൽ മത്സരിക്കാൻ സന്നദ്ധത പ്രകടിപ്പിച്ച പത്മജ വേണുഗോപാൽ. വിജയസാധ്യതയുള്ള സ്ഥാനാർത്ഥിയെ നിർത്തി മണ്ഡലം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസ്. നിലവിലെ എം.എൽ.എ. പി. ബാലചന്ദ്രനെ തന്നെ വീണ്ടും കളത്തിലിറക്കി മണ്ഡലം കാത്തുസൂക്ഷിക്കാൻ CPI ഒരുങ്ങുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ ശക്തമായ ത്രികോണ മത്സരം തൃശൂരിൽ ഉറപ്പായിട്ടുണ്ട്. ഔദ്യോഗിക പ്രഖ്യാപനങ്ങളായില്ലെങ്കിലും സ്ഥാനാർത്ഥികളെ സംബന്ധിച്ച അഭ്യൂഹം ശക്തമാണ്. LDF-ലും UDF-ലും NDA-യിലും വിവിധ പേരുകൾ ഉയരുന്നുണ്ട്. കഴിഞ്ഞ തവണ CPI സ്ഥാനാർത്ഥി പി. ബാലചന്ദ്രൻ നേരിയ ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചത്. പത്മജ വേണുഗോപാൽ ഇത്തവണ BJP പാളയത്തിലാണ്. BJP ടിക്കറ്റിൽ മത്സരിച്ച സുരേഷ് ഗോപി പിന്നീട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച കേന്ദ്രമന്ത്രിയായി. പാർട്ടി ആവശ്യപ്പെട്ടാൽ മത്സരരംഗത്തുണ്ടാകുമെന്ന് വ്യക്തമാക്കിയ പത്മജ വേണുഗോപാലിന് തൃശൂരിനോടാണ് താൽപര്യമെന്ന് അറിയിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ചയായി മണ്ഡലത്തിൽ സജീവമായ മുൻ DGP ജേക്കബ് തോമസിനെ ചുറ്റിപ്പറ്റിയും ആലോചനയുണ്ട്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ ജേക്കബ് തോമസ് പങ്കെടുത്തിരുന്നു. തൃശൂരിലെ സംഘപരിവാറിന്റെ പരിപാടികളിലും പങ്കെടുക്കുന്നുണ്ട്. അഭിമാന പോരാട്ടമായി മാറിയ തൃശൂരിൽ സീറ്റ് ഇത്തവണ എന്ത് വില കൊടുത്തും തിരിച്ചുപിടിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. നിലവിൽ UDF ജില്ലാ ചെയർമാൻ TV ചന്ദ്രമോഹൻ, DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്, മുൻ മേയർ രാജൻ പല്ലൻ, ഡെപ്യൂട്ടി മേയർ A. പ്രസാദ് എന്നിവരുടെ പേരുകൾക്കാണ് മുൻതൂക്കം. CPI സ്ഥാനാർത്ഥിയായി പി. ബാലചന്ദ്രൻ തന്നെ വീണ്ടും ജനവിധി തേടുമെന്നാണ് സൂചന. ആദ്യ ടേം പൂർത്തിയാക്കിയ ബാലചന്ദ്രൻ ഒരു അവസരം കൂടി നൽകണമെന്ന് ആവശ്യപ്പെട്ടതായാണ് വിവരം. ഒരു തവണ മത്സരിച്ചവർക്ക് വീണ്ടും അവസരം നൽകുകയാണ് പതിവ്. അതേസമയം തൃശൂർ സീറ്റ് CPIയിൽ നിന്ന് CPM ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമാണ്. സീറ്റ് CPMന് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫസർ C. രവീന്ദ്രനാഥിനെ രംഗത്തിറക്കി മണ്ഡലം നിലനിർത്തണമെന്ന നിർദ്ദേശമാണ് ഉയരുന്നത്.